നീ എത്ര പെണ്ണായിട്ട് മാറിയാലും ബയോളജിക്കലി യു ആർ നോട്ട്. അപ്പോൾ ആ ജനറേഷൻ വേണമെന്ന് തോന്നൂല്ലേ, അതാണ് അവരുടെ പ്രശ്നമായിരിക്കും എന്ന് എന്നെ തോന്നല. എനിക്ക് തോന്നുന്നു ഉമ്മ എപ്പോഴും എനിക്കറിയില്ല, അത് കറക്റ്റ്, അത് കറക്റ്റ് ആണ്, അവരുടെ ഫീലിങ്സ് അത് കറക്റ്റ് അല്ല. ഉമ്മാനെ വെച്ച് അത് ഞാൻ പറഞ്ഞത്, ഉമ്മാനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഉമ്മാന്റെ ഫീലിങ്സ് ഇസ് ഫൈൻ, കറക്റ്റാണ്. ഏതൊരു അമ്മമാരാണെങ്കിലും ചിന്തിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതൊക്കെ. പക്ഷേ ഇപ്പോഴും ഞാൻ അങ്ങനെ ഉമ്മാൻ്റെ കുറേ സംസാരിക്കുന്ന വ്യക്തിയില്ല, ആഷ്ട്ര ഉമ്മാൻ്റെ അധികം സംസാരിക്കുന്ന വ്യക്തിയില്ല. പക്ഷെ ഉമ്മ കുറേ അവർക്ക് വേണ്ടി, അത് ഉമ്മാക്ക് എന്നെ ഇഷ്ടപ്പെടാത്ത 2-3 പേരുണ്ട്, എന്നെ ട്രോളുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരാണ് ഉമ്മാക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഉമ്മ ഇങ്ങനെ നുണകൾ കുറച്ച് പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി. ആഷിക്ക് ഫുഡ് കൊടുക്കാണ്ട് ഞാൻ ഫുഡ് കഴിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് പേഴ്സണലി ഭയങ്കര മനസ്സിൽ വിഷമമായി. ആഷിനിക്ക് ഫുഡ് കൊടുക്കാണ്ട് ഞാൻ ഫുഡ് കഴിക്കുമെന്ന്, ആഷിന് മുമ്പിൽ വെച്ച് ഞാൻ ഫുഡ് കഴിക്കും, അവന് ഫുഡ് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട്. ഒക്കെ എനിക്ക് ഭയങ്കര വിഷമം. അതൊക്കെ അവർ അറിയാതെ സംസാരിക്കുന്ന കാരണം എനിക്കറിയാം, എനിക്ക് നിന്നെപ്പോലെ ഒത്തിരി കുട്ടികളുണ്ട്, എനിക്കറിയാം. നിങ്ങൾ ലവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡായിട്ട് എടുക്കുമ്പോൾ എല്ലാ പ്രിഫറൻസും അവർക്ക് അതിനുശേഷം തന്നെ നിങ്ങൾക്ക്. അതെ, എനിക്ക് എന്നെ അറിയുന്ന കുറച്ച് ഫ്രണ്ട്സുകൾക്ക് അറിയാം. ഇപ്പോൾ എന്നെ അറിയുന്ന എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള കുറച്ച് ആൾക്കാർക്ക്, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് അറിയാം ഞാൻ എങ്ങനെയാണ് ആശയെ കൊണ്ട് നടക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ആശിനെ നോക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഞാൻ ഒരു കുട്ടിയെ നോക്കുന്നത് പോലെയാണ് ആശിനെ നോക്കുന്നത്. കാരണം അവനക്ക് അങ്ങനെ സെൽഫായിട്ട് അങ്ങനെ ഒന്നും അങ്ങനെ വലിയ ചെയ്യാനുള്ള പരിചയമില്ല. കാരണം അവൻ്റെ വീട്ടിൽ അവൻ്റെ കസിൻസും ഉമ്മയും എല്ലാം അവനെ അവിടെ അത്രയും സ്നേഹിച്ച് വളർത്തിയ കുട്ടിയാണ്. അപ്പോൾ അവനക്ക് ഒരു ഡ്രസ്സ് അയൺ ചെയ്യാൻ അറിയില്ല, ഒരു നെയിൽ കട്ട് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ ഒരു ഫുഡ് ഇങ്ങനെ ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ പ്ലേറ്റിൽ ഫുൾ ക്ലീൻ ആയിട്ട് ഞാൻ കഴിക്കും. ഇങ്ങനെ കഴിക്കുക. അപ്പോൾ അങ്ങനെ കഴിക്കും, ഇടയ്ക്ക് അവന് ഫുഡ് വാരി കൊടുക്കും. അങ്ങനെ ഞാൻ നോക്കുന്നത് അവനെ. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പിന്നെ ഇങ്ങനെ വന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ ഒക്കെ ആൾക്കാർ അത് വിശ്വസിക്കുമല്ലേ, ഉമ്മ പറയുന്നതല്ലേ. ഇപ്പം നമ്മൾ എത്രയൊക്കെ സത്യം പറഞ്ഞാലും ഒരു അമ്മ വന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വേറെ തന്നെയാണ് അല്ലേ. ഇപ്പോൾ എൻ്റെ ഉമ്മ പറയാണ്, നാളെ ഒരു മീഡിയയിൽ പറയാണ് ജാസി എന്നെ അടിച്ചു, അല്ലെങ്കിൽ ജാസി എന്നെ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ വന്ന് പറയാം ഒരിക്കലും ഞാൻ എൻ്റെ ഉമ്മനെ കൊല്ലൂല്ല, ഞാൻ ഒരിക്കലും ഉമ്മനെ കൊല്ലാൻ നോക്കില്ല എന്ന് പറഞ്ഞാൽ അത് ആൾക്കാരെ വിശ്വസിക്കില്ല. ആൾക്കാർ അമ്മ പറയുന്നതേ വിശ്വസിക്കുള്ളൂ. അത് നമ്മളെ ആൾക്കാർ അമ്മമാർക്ക് കൊടുക്കുന്ന, അല്ലെങ്കിൽ അമ്മയുടെ വാക്കിന് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ആണ്. അപ്പോൾ അമ്മ വന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഷോക്കായി, അത്രയേ ഉള്ളൂ. പക്ഷേ അവർ ചോദിക്കുന്നത് കറക്റ്റാണ്, അവർക്കൊരു ജനറേഷൻ വേണം. അതിനെക്കുറിച്ച് നീ എന്താ ആലോചിച്ചു? ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഇപ്പോൾ ഈവൻ എന്താണ് ആഷിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ചെക്കനാണ്, കല്യാണം കഴിച്ച് നല്ലൊരു കുട്ടീനെയും ഫാമിലിയൊക്കെ ആയിട്ട് ജീവിക്കാൻ അവർക്ക് ഇഷ്ടം, ഉമ്മ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ ഉമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ രണ്ടുപേരും സ്നേഹിച്ചു, ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ഒരുമിച്ച് ഇരിക്കണം, എങ്ങനെ ഇരിക്കണം, നിങ്ങൾ ഇത് ഈ ഡ്രീംസ് ഒക്കെ മനസ്സിലായി. പക്ഷേ ഓക്കെ, അവരുടെ അമ്മേനെ വിട്, അവനൊക്കെ നാളെ ഒരു കുട്ടി വേണ്ടേ, അവൻ്റെ ജനറേഷൻ വേണ്ടേ. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാനെന്ന് ആലോചന. ഞാൻ അതിനെക്കുറിച്ച് വലിയ ആലോചന ഞാൻ അശ്വിനോട് പറയും, ഇങ്ങനെ നിനക്ക് അങ്ങനെ ഒരു വിഷമമുണ്ടോ, ഞങ്ങൾ ചോദിക്കാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ ആയിട്ട്. നിങ്ങളുടെ ലവ് എത്ര വർഷം? ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ 8-9 വർഷത്തോളമായി. അതിന് വീട്ടിലൊക്കെ അറിഞ്ഞു വന്നിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ. മുമ്പ് ഞങ്ങൾ സ്നേഹത്തിലായിരുന്നു. ആ സമയത്ത് നമുക്ക് പേടിയായിരുന്നു പറയാൻ, വീട്ടിൽ പറയാനൊക്കെ ഒരു പേടി ഉണ്ടാവില്ല. കാരണം ഞങ്ങൾ എങ്ങനെ ഇത് പറഞ്ഞു തുടങ്ങും, അല്ലെങ്കിൽ എങ്ങനെ അത് പറയുക എന്നുള്ളതൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ശേഷം ഞങ്ങൾ എല്ലാം ഓപ്പൺ ആക്കി എല്ലാവരോടും പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് തന്നെ ദുബായിലാണെങ്കിൽ ഇവിടെ ചോദിച്ചില്ലേ നിനക്ക് എങ്ങനെ ആഗ്രഹം ഉണ്ടോ, നിനക്കെന്ന് ഒരു കുട്ടി വേണമെന്നൊക്കെ? ഞാൻ ചോദിക്കും ആശിനോട്. അപ്പൊ ആശി പറയും എനിക്ക് അങ്ങനെ ഞാൻ തോന്നിയിട്ടില്ല, ഇവൻ നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നത്, നമുക്ക് അങ്ങനെ ഒരു ഇത് തോന്നില്ല. ഇപ്പം നീ എൻ്റെ കുട്ടി, ഞാൻ നിൻ്റെ കുട്ടി എന്ന് പറഞ്ഞ പോലെ ഇപ്പം നമുക്ക് അങ്ങനെ ഒരു കുട്ടീനെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു അഡോപ്ഷൻ അങ്ങനെയൊക്കെ നോക്കാം, അല്ലെങ്കിൽ അവൻ്റെ തന്നെ നമുക്ക് ചെയ്യാമല്ലോ. അങ്ങനെയൊക്കെ രീതിയിൽ കുറേ എന്താ ശാസ്ത്രം വളർന്നതാണല്ലോ. അപ്പം അങ്ങനെയൊക്കെ. പക്ഷെ എന്നാലും എനിക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെ ആഷിയുടെ ഒരു കുട്ടീനെ, അവൻ്റെ അതേ ഭംഗിയുള്ളൊരു കുട്ടി, അതേ മുഖം അതൊക്കെ ഉള്ള കുട്ടീനെ കാണാൻ ആഗ്രഹമുണ്ട്. എന്ത് പറ്റും, നമ്മൾ ഇങ്ങനെ ആയി പോയില്ലേ. ഏതാவது ഒരു ടൈമിൽ അവന് മാറിപ്പോയാലോ, അവനക്ക് ഇല്ല എനിക്കൊരു ഫാമിലി വേണം, എൻ്റെ അമ്മ വേണം, എൻ്റെ നീയും നിൽക്ക്, പക്ഷേ എനിക്ക് ഒരു വൈഫും എനിക്ക് കുട്ടിയും വേണമെന്ന് അവന് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയാലോ? ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. എനിക്ക് പറ്റില്ല. അങ്ങനെ അവനക്ക് തോന്നുകയാണെങ്കിൽ അവൻ പൊക്കോട്ടെ. അവനക്ക് ഒരു കുട്ടി വേണം, ഒരു കുട്ടി വേണം, വൈഫ് വേണം. പൊക്കോട്ടെ എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് വെച്ചാൽ എങ്ങനെ? അത് മീൻസ് ഇങ്ങനെ അവനൊരു വൈഫും കുട്ടികളും എല്ലാം, പിന്നെ അതിൻ്റെ കൂടെ ഞാനും ഒരു വൈഫായിട്ട് അവൻ്റെ കൂടെ നിൽക്കുന്ന, അതിന് എനിക്ക് താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ അവന് പോവാം. കാരണം എനിക്ക് എന്നെ സ്നേഹിക്കുന്ന ആൾ വേറെ ആളെ സ്നേഹിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾ വേറൊരാളെ ബെഡ് ഷെയർ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്കത് ഭയങ്കര പൊസസീവ്നെസ്. മനസ്സിലായി. കാരണം ഞാൻ അത് ആലോചിക്കുമ്പോഴേ എനിക്ക് സങ്കടം വരും.
അങ്ങനെ ഒരു മൈൻഡ്. പക്ഷെ ഞാൻ ചോദിക്കാറുണ്ട് അവനോട്, എനിക്ക് ഉണ്ടോ. അത് വെറുതെ ഈ ചോദ്യങ്ങളൊക്കെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് വേണ്ടി അല്ലേ? അവന് ചുമ്മാ ഇരിക്കും, പാവം, അവൻ പടം ഫിലിം കണ്ടുകൊണ്ടിരിക്കും. നീ പോയി നിനക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടോ? അത് വെറുതെ ഇറിറ്റേറ്റ് ചെയ്ത്, നിനക്കറിയാം അവനക്ക് ഇല്ലാതിരിക്കാം, അല്ലെങ്കിൽ ഉണ്ടാവും, മനസ്സിലാവും. അവന് പറയുമോ തുറന്ന്? എങ്ങനെ പറയും? ചിലപ്പോ തുറന്ന് പറയണ്ടായിരിക്കും, എപ്പോഴും അവന് പറയില്ല. ഇത് നീ പെർപ്പസ്ലി അവനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന വേണ്ടി കേൾക്കുന്ന ക്വസ്റ്റ്യനാ. നിനക്കിത് അറിയണമെന്ന് ആഗ്രഹം, എനിക്ക് എന്തുകൊണ്ടോ ഇല്ല. പക്ഷെ എനിക്കറിയാം ഇവൻ ആഷ്, ഇപ്പൊ ഞങ്ങൾ ഒരുപാടായല്ലോ, അപ്പൊ ആഷിന്റെ ഓരോ കാര്യങ്ങൾ എനിക്കറിയാം. ആഷ് അങ്ങനെ ഒരിക്കലും എന്നെ വിട്ട് വേറൊരു ലൈഫിലേക്ക് പോകില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ലൈക്ക് ഒരു വിശ്വാസമുണ്ട്. ഇനിയിപ്പോൾ അഥവാ ഇനി എവിടെ പോയാലും അവസാനം അവൻ എൻ്റെ അടുത്തേക്ക് തന്നെ വരും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് ആൾക്കാരെ പറ്റിക്കുന്നുണ്ട്, ആ ഭാര്യമാരെ പറ്റിച്ച് അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ട്, ഭർത്താക്കന്മാരും അങ്ങോട്ട് കൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ എൻഡായിട്ട് വരുമ്പോൾ അവർ എവിടെയാണോ നിന്ന് പോയത് അവിടെ തന്നെ എത്തുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാം ആഷി എവിടെ പോയാലും എന്നെ വിട്ട് പോവില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്താലും എന്നെക്കുറിച്ച് ആലോചിക്കും, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് എപ്പോഴും ഓർത്ത് വെക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവൻ നാളെ എൻ്റെ അടുത്ത് ആഷി പോയി തന്നെ വെക്കുക, അവൻ വേറൊരു കല്യാണം കഴിച്ചാലും അവന് എന്നെ ഓർക്കും. അത് നമ്മൾ തമ്മിലുള്ളൊരു ബോണ്ട്, ലവും ഒരു ബോണ്ടും അങ്ങനത്തെ ബോണ്ട് അല്ലാതെ ഇങ്ങനെ നടക്കില്ല. 9 years അല്ലേ? അതെ അതെ. നിനക്ക് ഇത്ര വിശ്വാസം ഉണ്ടല്ലോ ആഷി മേലെ. അപ്പൊ പിന്നെ എങ്ങനെ ആ ഒരു കുട്ടി, ഒരു ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നല്ലോ, ഒരു അലിഗേഷൻ വന്നല്ലോ, അതെങ്ങനെ വന്നത്? ഇപ്പോൾ ഞാനും ആഷിയും കൂടിയിട്ടുള്ള റിലേഷനിൽ ഞങ്ങൾ ദുബായിലുള്ള സമയത്താണ് അത് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ കുറച്ച് ഗ്യാങ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഭയങ്കര നല്ല ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ ഫ്രണ്ട്സ് ഗ്യാങ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഗ്യാങ്ങിൽ നിന്ന് ഒരാളെ കിട്ടണമായിരുന്നു. അങ്ങനെയാണ് ആഷിനെ ആ കുട്ടി ചൂസ് ചെയ്യുന്നത്. പക്ഷേ ആഷി ആണെങ്കിൽ അതിൽ പെടും ചെയ്തു. അങ്ങനെയാണ് ഒരു പ്രശ്നം ഉണ്ടായത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ പിന്നെ കുറച്ച് ദിവസങ്ങൾ മിണ്ടാണ്ട് ഒരു 1 month ഞങ്ങൾ ബ്രേക്കപ്പ് പോലെ തന്നെയായിരുന്നു ഞാൻ ആഷിയും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവൻ ഇപ്പോൾ എവിടെ പോയാലും ആഷി എന്നെ കുറിച്ച് ആലോചിക്കും എന്നുള്ളത്. പിന്നെ എന്നെ വിളിച്ചു, സംസാരിച്ചു, ഞങ്ങൾ വീണ്ടും ഇതായി, പേച്ചപ്പായി. ഓക്കെ ഫൈൻ. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു ഒരു തെറ്റല്ലേ, ഒരു തെറ്റ് പറ്റാത്ത മനുഷ്യന്മാരല്ലല്ലോ, അപ്പോൾ ഒരു വട്ടം നീ തെറ്റ് പറ്റിയത് നീ അങ്ങ് ക്ഷമിച്ചു കൊടുക്ക്, അതാണ് ഏറ്റവും നല്ലത് പറഞ്ഞാൽ. ഏറ്റവും നല്ലത്, യെസ്, ബിക്കോസ് അത് അവള് പർപ്പസ്ലി ചെയ്തതല്ലോ. അല്ലല്ല, അവള് പറ്റിച്ചു. അതെ അതെ, അത് പർപ്പസ്ലി ഒരിക്കലും ആഷി ചെയ്തല്ല. ഞങ്ങളെ ഗ്യാങ്ങിന്റെ രഹസ്യങ്ങളും അല്ലെങ്കിൽ ഞങ്ങൾ ഗ്യാങ്ങിനെ പൊട്ടിക്കാനും വേണ്ടിയിട്ട് അവൾക്കൊരാളെ കിട്ടണമായിരുന്നു. അതിന് ആഷിനെ കരുവാക്കി. ആഷിയാണെങ്കിൽ വെരി ഇന്നസെന്റ് പേഴ്സൺ. ആഷി അങ്ങനെയാണ്. പൊതുവെ ഒരാളെ സങ്കടം കേട്ട് കഴിഞ്ഞാൽ അത് ആഷിയുടെ സങ്കടമായിട്ട് ഏറ്റെടുക്കും. ഇപ്പൊ ആഷിയുടെ കയ്യിൽ ആകെ ഒരു 200 രൂപയേ ഉള്ളൂ. ഒരാൾ വന്നിട്ട് എനിക്ക് ഫുഡൊന്നും കഴിക്കാനില്ല, ഒരു 200 രൂപ തന്ന ആഷി അവന്റെ ക്യാഷ് എടുത്തു കൊടുക്കും. ഇത് എനിക്ക് അറിയുന്ന കാര്യമാണ്. ഇവൻ ഞങ്ങൾ ഇപ്പൊ ദുബായിൽ ഷോപ്പ് നടന്ന സമയത്തും ആരെങ്കിലൊക്കെ വന്ന് ഇങ്ങനെ സഹായം ചോദിച്ചാൽ ആഷി അത് കൊടുക്കും. ആഷി അങ്ങനത്തെ ഒരു വ്യക്തിയാണ്, ഭയങ്കര ഹെൽപ്പ്. നിങ്ങളൊക്കെ ദുബായിൽ എങ്ങനെ പോയതാ? നീ ജനിച്ചത് എവിടെ? ഞാൻ ഇവിടെ നാട്ടിൽ തന്നെയായിരുന്നു. ആഷി എന്നെക്കാട്ടി മുമ്പ് പോയി. അത് കഴിഞ്ഞാണ് ഞാൻ ദുബായിലേക്ക് പോകുന്നത്. വർക്കിന് വേണ്ടി പോയത്? ഞാൻ ജോലിക്ക് വേണ്ടി പോയതാ. ഞാൻ എൻ്റെ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞ്, ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ദുബായിലേക്ക് പോകുന്നത്. എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് എന്നെ കൊണ്ട്